ഓർഡർ. റൂൾ 50. നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. പാലക്കാട് നെന്മാറയിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വീട്ടിലെത്തിയ കൊലക്കേസ് പ്രതി 2 പേരെ കൊലപ്പെടുത്തിയതടക്കം സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസ് പരാജയപ്പെടുന്നതായി പറയപ്പെടുന്ന സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ എൻ ഷംസുദ്ദീൻ, IC ബാലകൃഷ്ണൻ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, പാലക്കാട് പോത്തുണ്ടി സ്വദേശി ചെന്താമര എന്ന് വിളിക്കുന്ന ചെന്താമരാക്ഷൻ 27/1/2025 അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയ നിർഭാഗ്യകരമായ സംഭവമുണ്ടായി. സംഭവത്തിൽ BNSലെ 126(2), 103 വകുപ്പുകൾ പ്രകാരം ക്രൈം 64/2025 നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. ഒളിവിൽ പോയ പ്രതിയെ ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച 11 അംഗ സംഘം തൊട്ടടുത്ത ദിവസം രാത്രിയോടെ പിടികൂടിയിരുന്നു. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. കേസിൻ്റെ അന്വേഷണം ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി നടന്നു വരുന്നു. കൊല്ലപ്പെട്ട സുധാകരൻ്റെ ഭാര്യയെ ഈ കേസിൽ പ്രതിയായ ചെന്താമരാക്ഷൻ 2019 കൊലപ്പെടുത്തിയ കേസ് പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ പരിഗണനയിലാണ്. പ്രതിക്ക് 24/5/2022 ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയും കോടതിയുടെ ഉത്തരവില്ലാതെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന ജാമ്യവ്യവസ്ഥയിൽ പിന്നീട് കോടതി ഇളവ് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ കോടതിയിൽ പോലീസ് എതിർത്തിരുന്നു. കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ അഖില ചെന്താമര ടിയാൻ്റെ വീട്ടിലുണ്ടെന്നും ഇയാളിൽ നിന്നും ഭീഷണിയുണ്ടെന്നും കാണിച്ച് 29/12/2024 നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നെന്മാറ പോലീസ് അന്നേ ദിവസം തന്നെ ചെന്താമരയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജാമ്യവ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും മറ്റും ശക്തമായി താക്കീത് നൽകിയിരുന്നു. അതിനുശേഷമാണ് ദാരുണമായ സംഭവമുണ്ടായത്. പരാതികൾ ലഭിച്ചിട്ടും നടപടിയിൽ വീഴ്ച വരുത്തിയതിന് നെന്മാറ പോലീസ് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹനെ 28/1/2025 സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട കണ്ണങ്കരയിൽ 4/2/2025 രാത്രി 11 മണിയോടെ ആളുകൾ കൂട്ടം കൂടി നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് എത്തി ലാത്തി വീശി ആളുകളെ പിരിച്ചുവിടുകയുണ്ടായി. ഇക്കൂട്ടത്തിൽ അടൂരിൽ നിന്നും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങി വന്ന എരുമേലി സ്വദേശികളിൽ ചിലരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരിൽ ചിലർ സമീപത്തെ ബാറിലെത്തി മദ്യം ആവശ്യപ്പെട്ട് ബാറിലെ ജീവനക്കാരുമായും കൂട്ടം കൂടി നിന്ന മറ്റുള്ളവരുമായും സംസാരിക്കുകയും ബഹളമുണ്ടാക്കുകയുമുണ്ടായി. സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ BNS 159(2), 191(2), 190, 296B, 351(2) എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നു. ഈ സംഭവത്തിൽ വെച്ച് പരിക്കേൽക്കാനിടയായി ചികിത്സയിൽ കഴിഞ്ഞ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ BNS 115(2), 118(1), 118(2), 35 എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം 296/2025 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തെറ്റായ രീതിയിൽ നടപടി സ്വീകരിച്ച പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജിനു JU, പോലീസ് ഉദ്യോഗസ്ഥരായ ജോബിൻ, അഷ്ഫാഖ്, റഷീദ് എന്നിവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പരാതികളിൽ ശരിയായ രീതിയിലല്ലാതെ നടപടി സ്വീകരിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ്. ഇത്തരം സംഭവങ്ങളെ പൊതുവൽക്കരിച്ച് പോലീസിനെതിരായ പ്രചരണം നടത്തുന്നത് ശരിയല്ല. നോട്ടീസിൽ ഉന്നയിച്ച 2 സംഭവങ്ങളിലും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച്
ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല. യെസ്, ശ്രീ എൻ ശംസുദ്ദീൻ. സർ, നമ്മുടെ ക്രമസമാധാന അന്തരീക്ഷം ഇത്രയേറെ തകർന്ന് വഷളായ ഒരു അവസ്ഥ സർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ശ്വാസം മുട്ടിക്കുന്ന ക്രൂര വാർത്തകളുടെ കുത്തൊഴുക്കിൽ മലയാളിയുടെ കണ്ണും കാതും തകർന്നിരിക്കുകയാണ്. സർ, കൊലക്കത്തികളിൽ നിന്ന് മനുഷ്യജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം ഇവിടുത്തെ പോലീസ് സംവിധാനം നോക്കുകുത്തിയാകുമ്പോൾ ആര് തുണയാകുമെന്ന് ഓരോ മലയാളിയും ആശങ്കയോടെ നെടുവീർപ്പെടുന്ന ദുരവസ്ഥയിലാണ് സർ ഇന്ന് കേരളം. സർ, നെന്മാറ സംഭവം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. സർ, രണ്ട് ജീവനുകൾ കൊലക്കത്തിക്കിരയായത് പോലീസിന്റെ വീഴ്ച കൊണ്ട് മാത്രമാണ് സർ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മി, ഇവരെ രണ്ടുപേരെയും ചെന്താമര എന്ന് പറയുന്ന പ്രതി കൊലപ്പെടുത്താൻ ഇടയായ സാഹചര്യം, അദ്ദേഹം ജാമ്യത്തിൽ വന്നിട്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ആ നാട്ടിൽ താമസിച്ചതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ ഒരു ചെറിയ പിശകുണ്ട്, ഫാക്ച്വലാണ്, അദ്ദേഹം വെരിഫൈ ചെയ്താൽ മതി. എന്താ, ഈ ജാമ്യവ്യവസ്ഥക്ക് കോടതി ഇളവ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇല്ല, നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അപ്പോഴും അദ്ദേഹത്തിന് അനുവാദമില്ല. ആദ്യം പാലക്കാട് ജില്ലയിലും പിന്നെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. കണ്ടീഷൻ കോടതി മാറ്റിയപ്പോഴും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത്. പക്ഷേ 1.5 മാസക്കാലം നെന്മാറ പഞ്ചായത്തിൽ ഈ കൊല്ലപ്പെട്ടവരുടെ വീടിന് അടുത്തിരുന്നാണ് ചെന്താമര ഇതൊക്കെ ചെയ്തത്. അപ്പോ അങ്ങയുടെ പോലീസ് എവിടെയായിരുന്നു സർ? അതുപോലെ തന്നെ സർ, ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സുധാകരൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ വീട്ടിൽ പതിഞ്ഞിരുന്ന ഈ ചെന്താമര ചാടി വീണ് ഇദ്ദേഹത്തെ വെട്ടുകയാണ്. ചെന്താമര സുധാകരനെ വെട്ടുന്നത് കണ്ട് അമ്മ ഓടി വരികയാണ്. മാതൃഹൃദയം തേങ്ങും, സ്വാഭാവികമാണ്. ആ ഓടി വരുമ്പോൾ അവിടെ വെച്ച് ആ അമ്മയെയും ക്രൂരമായി വെട്ടുകയാണ്. ഇദ്ദേഹം ഇതിനുള്ള ആയുധമൊക്കെ മൂർച്ച കൂട്ടിയിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ കയ്യിൽ ആയുധമുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് എവിടുന്നോ കിട്ടിയൊരു അദ്ദേഹത്തിൻ്റെ ജീവിത തകർച്ചക്കൊക്കെ കാരണം പണിക്കർ പറഞ്ഞാണത്രേ, നീളം മുടിയുള്ള ആളുകളാണെന്ന്. അപ്പം നീണ്ട മുടിയുള്ളവരൊക്കെ വെട്ടുകയാണ്. അങ്ങനെയാണ് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ ആദ്യം ഇയാൾ കൊലപ്പെടുത്തിയത്. ആ കൊലക്കേസ് പ്രതി വന്നിട്ട് വീണ്ടും ആ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് എവിടെയായിരുന്നു? സർ, ഇവരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതല്ല, ആ കുട്ടി പറയുന്ന ഒരു ദൈന്യമായ ചിത്രമുണ്ട്. ഇവർക്ക് 2 പെൺകുട്ടികളുണ്ട്, അഖിലയും അതുല്യയും. അഖില പറയുന്ന ഒരു വല്ലാത്ത ഒരാർത്തനാദം പോലെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ അമ്മയെ കൊന്നു, എൻ്റെ അച്ഛനെ കൊന്നു, എൻ്റെ അച്ഛമ്മയെ കൊന്നു, ഇനി അയാൾ എന്നെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നിസ്സംഗതയോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ നോക്കുകയാണ്. സാർ, അങ്ങയുടെ പോലീസിന്റെ വീഴ്ചയാണ് ആ കുട്ടിക്ക് ഈ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുത്തിയത്. സാർ, ഇവിടെ 2 ചോദ്യമാണുള്ളത്. ഒന്ന്, ജാമ്യവ്യവസ്ഥ ലംഘിച്ചു 1.5 മാസം എങ്ങനെ ഈ കൊലക്കേസ് പ്രതി അവിടെ താമസിച്ചു? പോലീസിന് എന്തായിരുന്നു പണി? 2, ഈ കുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അഖിലയും വേറൊരു പുഷ്പയും, നീണ്ട മുടിയുള്ളവരൊക്കെ വിട്ടുവെന്ന് പറഞ്ഞത്. അപ്പം നീണ്ട മുടിയുള്ള ഒരു പുഷ്പ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ആ പുഷ്പയും പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തിട്ട് പോലീസ് എന്താ ചെയ്തത്? ഇയാളെ വിളിപ്പിച്ച് താക്കീത് ചെയ്ത് വിട്ടു. ഇയാൾ ഭീഷണി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പോലീസിൻ്റെ വീഴ്ച 1, പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് 1.5 മാസം അവിടെ താമസിച്ചു. 2, ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ട് എന്ന് ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആരാ പരാതി പറയണത്? ആരെക്കുറിച്ചാ പരാതി പറയണത്? കൊല്ലപ്പെട്ടവന്റെ മകളാണ്, കൊല്ലപ്പെട്ട അമ്മയുടെ മകളാണ് പരാതി പറയുന്നത്. 1, ആരെക്കുറിച്ചാണ് പരാതി പറയുന്നത്? ഒരു വെറുതെ സാധാരണക്കാരനെ കുറിച്ചല്ല പരാതി പറയുന്നത്. ഒരു കൊലപാതകം നടത്തിയവൻ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. അയാളെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്വം അങ്ങയുടെ പോലീസ് അവിടെ നിർവഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ജീവനുകൾ സർ നമുക്ക് നഷ്ടമായത് എന്ന് കാണേണ്ടി വരും. ഇവിടെ പോലീസിന്റെ കൃത്യമായ വിലോപം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സർ, ഇവിടെ സർക്കാർ ആ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കണം. 2 കുട്ടികൾ അനാഥമായിരിക്കുകയാണ്.
സർക്കാർ ഏറ്റെടുക്കണം, അവരുടെ മൊത്തം ചെലവ് വഹിക്കണം, വിദ്യാഭ്യാസ ചെലവ് വഹിക്കണം, വീടും മറ്റ് സൗകര്യങ്ങളും ചെയ്യണമെന്നുള്ളത് ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ് സാർ. പോലീസ് അഴിഞ്ഞാട്ടവും അതിക്രമവും നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മാത്രം നടന്ന സംഭവങ്ങൾ മാത്രമേ സാർ ഞാൻ ഈ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. പത്തനംതിട്ട സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ വിവാഹ പാർട്ടി അവർ സൽക്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വണ്ടി നിർത്തി അതിലൊരാളെ ഇറക്കുകയാണ് ആ പ്രദേശത്ത്. അവർക്ക് പിന്നെയും കുറച്ചും കൂടി ദൂരെ പോകണം. അപ്പോൾ ആ വണ്ടിയിലുള്ളവർ പുറത്തിറങ്ങി നിന്നു. ഒരു പോലീസ് വണ്ടി ഓടി വരികയാണ്. പാഞ്ഞെത്തിയ പോലീസ് വണ്ടി ഒന്നും നോക്കാതെ ലക്കും ലഗാനില്ലാതെ തുരുതുരേ ഇവരെ അടിക്കുകയാണ്. ഈ അടി കിട്ടിയിട്ട് ഒരു സഹോദരി സിത്താരമോൾ ഓടുകയാണ്. ഓടി പോലീസിനെ പേടിച്ച് ഓടിയ ആ സ്ത്രീ, അടി കിട്ടിയ സ്ത്രീ വീണെടുത്തിട്ട് SI ആ സഹോദരിയെ ചവിട്ടി, അതിൻ്റെ തോളല് പൊട്ടി. ഇത് കണ്ട് വീണ്ടും അവരുടെ സഹോദരൻ ഓടി വന്നു. തല്ലല്ലേ എന്ന് പറഞ്ഞു. അവനെയും പൊതിരെ തല്ലി. ഈ 5 പേരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലീസ് വണ്ടി പോവുകയാണ്. തിരിഞ്ഞു നോക്കാതെ പോലീസ് വണ്ടി പോവുകയാണ് സാർ. അങ്ങയുടെ പോലീസിന് എന്താണ് പറ്റിയത് സാർ? എന്നിട്ട് പറയണ ആള് മാറിയാണ് ചെയ്തതെന്ന്. അവിടെ വേറെ ബാറിലൊരു ബഹളം ഉണ്ടായിരുന്നു, അവരാണെന്ന് ധരിച്ചാണ് ഇവരെ ചെയ്തതെന്ന്. ഇങ്ങനെ ആള് മാറി അടിക്കുന്നവർ അത് ഗൗരവം കൂടുമല്ലോ സാർ. ഇത്ര വെളിവില്ലാത്തവരെ പോലീസിൽ എടുക്കാൻ പറ്റുമോ സാർ? അവനെ ഒരു കാലത്തും പോലീസിലേക്ക് തിരിച്ച് ഏൽപ്പിക്കാൻ പാടില്ല. ഈ കുടുംബത്തിന്റെ പരാതി പ്രകാരം ഉള്ള കേസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബമാണ്. അവരെ ക്രൂരമായി ബത്സിച്ചിട്ടാണ് അവരെ ആക്രമിച്ചത് പോലീസ്. അത് മഫ്റ്റിയിലുള്ള പോലീസാണ്. എന്നിട്ട് ആ പോലീസിനെതിരെ നിങ്ങൾ അവരുടെ പരാതിക്കനുസൃതമായിട്ടുള്ള കേസെടുത്തോ? സിത്താരമോൾക്കും കുടുംബത്തിനും ആ പരാതി സാർ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ കേരളത്തിൽ നടക്കുകയാണ്. അങ്ങയുടെ പോലീസിൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ് സാർ. ആലപ്പുഴയിൽ പോലീസുകാരൻ ഹെൽമെറ്റ് ഉപയോഗിച്ച് ഓട്ടോ ഡ്രൈവറുടെ തലക്കടിച്ച് പൊളിച്ചു എന്നാണ് ഒരു വാർത്ത കേട്ടത്. ഹെൽമെറ്റ് വെക്കുന്നത് തല സംരക്ഷിക്കാനാണ് സാർ. ഈ ഹെൽമെറ്റ് പോലീസുകാരനെ അയാളെ തല അടിച്ച് പൊട്ടിക്കാനാണെങ്കിൽ എന്താ സാർ ആ ഹെൽമെറ്റ് കൊണ്ട് കാര്യം? ഹെൽമെറ്റിന്റെ ബലം പരിശോധിക്കുന്ന പോലീസായിട്ട് സാർ മാറുകയാണ് സാർ. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ഇവിടെ എന്തായാലും ചിലർ സൂചിപ്പിച്ചു, 82കാരിയായ ഒരു വൃദ്ധ വീടുകളിൽ കയറി ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഒരു മുത്തശ്ശി, അതിനെ ഒരു പോലീസുകാരൻ വീട്ടിലേക്ക് വിളിക്കുകയാണ്. 10 റുപ്യ കാണിച്ചിട്ട് ഇങ്ങോട്ട് വാ വിളിച്ചു. അവർ വന്നപ്പോൾ അതിനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന 352 രൂപ ഈ പോലീസ് തട്ടിപ്പറിച്ചെടുത്തു. 352 രൂപ. കേരള പോലീസിന്റെ അവസ്ഥ എവിടെയാണ് സാർ? കേരള പോലീസിന്റെ അവസ്ഥ എന്താണ് സാർ? സാർ, ഇത് ഈ ഗഡു കൊടുക്കാത്തതൊക്കെ ഇതിനെ ബാധിക്കുന്ന തോന്നുന്നത് അല്ലേ? പോലീസൊക്കെ അതിനെ പിടിച്ചു പറിക്കാൻ തുടങ്ങുകയാണ്. ഗഡു സമയത്തിന് കൊടുക്കാത്തതിൽ പ്രശ്നമാണോ എന്ന് ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. 352 രൂപക്ക് സാർ ആ മുത്തശ്ശി ജീവിതത്തിൽ ഗതിയില്ലാഞ്ഞിട്ടാണ് പലരെയും കണ്ട് യാചിച്ച് ജീവിക്കുന്നത്. ഇതിനെ നീചമെന്നും ക്രൂരമെന്നും മനുഷ്യത്വ വിരുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ അത് നാണിച്ചു പോകും. അത്ര പൈശാചികമായ സംഭവങ്ങൾ നടക്കുകയാണ് സാർ. സാർ, ക്രൈം റെക്കോർഡ് ബ്യൂറോ DYSP എറണാകുളത്ത് നിന്ന് ഒരു വാഹനത്തിൽ തിരുവനന്തപുരത്തേക്ക് വന്നൊരു യാത്രയുണ്ട് സാർ. അതൊരു സവാരിയല്ല, ഒരു 1.5 സവാരി ഗിരിഗിരിയാണ്. ഇയാൾ പൂർണ്ണമായി മദ്യപിച്ചിട്ട് ഇയാൾ വണ്ടി ഓടിക്കുകയാണ്. ഇത് കണ്ട് നാട്ടുകാരും പത്രക്കാരും പരാതിപ്പെട്ട് ഈ DYSPയെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് അറിയില്ല ഇത് DYSP ആണെന്ന്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ SHO ഇയാളെ മുമ്പിൽ സല്യൂട്ട് അടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ കുറ്റം ചെയ്തത് DYSP ആണ്. മദ്യത്തിന്റെ പൂർണ്ണമായ ലഹരിയിലായിരുന്നു സാർ അവർ. സാർ, ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം ഇവിടെ ശക്തമായിട്ട് തുടരുകയാണ് സാർ. ഈയിടെ തലസ്ഥാനത്ത് ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിൽ 2 CIമാർ പരസ്പരം അടിക്കുകയാണ്. അവിടെ ആരുടെയൊക്കെ സാന്നിധ്യമുണ്ട് സാർ? തിരുവനന്തപുരത്തെ പോലീസ് സൂപ്രണ്ടിന്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല അവരുടെയൊക്കെ കൂടെ വിശിഷ്ടാതിഥിയായിട്ട് ഒരു ഗുണ്ടാ തലവൻ ഓം പ്രകാശുമുണ്ട് സാർ. ഓം പ്രകാശും SP നോക്കി നിൽക്കുമ്പോൾ ഇവർ 2 CIമാർ തമ്മിൽ പൊരിഞ്ഞ അടി. എന്തിനായിരുന്നു അടിയെന്നറിയോ? ഈ ഹോട്ടലിന് ബാർ ലൈസൻസ് വാങ്ങിക്കൊടുത്തത് ഞാനാണെന്ന് 2 കൂട്ടരും പരസ്പരം അവകാശവാദം ഉന്നയിച്ചു. അവസാനം SP-യും ഓം പ്രകാശും കൂടി തീരുമാനത്തിലെത്തിച്ചു. അങ്ങനെ സംഗതി 8 മിനിറ്റ് ആയിട്ടുള്ളൂ സാർ. സംഗതി പ്രശ്നം മധ്യസ്ഥതയിൽ ഗുണ്ടാ തലവനും SP-യും തമ്മിൽ മദ്യം പറയാം. ഇതെന്താ സാർ? ബോംബെയിലെ അധോലോകമാണ്. ബോംബെയിലെ അധോലോകത്തെ കേരളത്തിലേക്ക് പറിച്ചു നടന്ന സ്ഥിതിയാണ് സാർ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ചെയ്യുന്നത് സാർ. ഇവിടെ മഞ്ചേശ്വരം എൻ്റെ സുഹൃത്ത് അഷറഫ് ഇന്നലെ ചൂണ്ടിക്കാണിച്ചൊരു സംഗതിയുണ്ട്. ഒരു മുഹമ്മദ് ആഷിഫ് ബയാറിലുള്ളത് ആക്സിഡൻ്റ് ആണെന്നല്ല എല്ലാവരും കരുതിയത്.
പിന്നീട് സംഭവ സ്ഥലത്തൊരു ലാത്തി കാണുന്നു. ഇപ്പം അത് ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. സാർ, നമ്മുടെ പോലീസ് എത്രമാത്രം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, എത്രമാത്രം ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് സാർ ഇതൊക്കെ തെളിയിക്കുന്നത്. തമ്മനം ഫൈസലിൻ്റെ കഥ ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല, മുമ്പ് നമ്മളോട് പറഞ്ഞതാണ്. ലഹരി പാർട്ടി നടത്തുന്നു, പോലീസ് പോയി നോക്കിയപ്പോൾ ലഹരി പാർട്ടിയിലെ മുഖ്യാതിഥി DYSP ആണ്. സാർ, ഇവിടെ തുമ്പ പോലീസിൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി സാർ. തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയത് ഗൂഗിൾ പേയിലൂടെയാണ് സാർ. നമ്മുടെ കേരളത്തിലെ പോലീസ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, അവകാശപ്പെടാം, എന്ത് കേരളത്തിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഞങ്ങളാണ് കൈക്കൂലിയായിട്ട് മാറാണ് സാർ. ഇങ്ങനെ അതുപോലെ തന്നെ സാർ, ഇന്നലെ ഇവിടെ വിശദീകരിച്ച ലഹരിക്കടിമപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്നത് സാർ, ഇതൊക്കെ തടയാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് സാർ. എത്ര മക്കളാണ് നൊന്തുപെറ്റ അമ്മമാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്? എല്ലാം MDMA-യും ലഹരിയും ഒക്കെ ആയിട്ട് കേരളം ഇന്ന് ലഹരിയുടെ ഹബ്ബായിട്ട് മാറുകയാണ്. അപ്പൊ അതിൽ പോലീസ് നോക്കുകുത്തിയാണ് സാർ, സംവിധാനം നോക്കുകുത്തിയാണ് സാർ. ഇന്നലെ നിങ്ങൾ ചർച്ച ചെയ്തു, അതുകൊണ്ട് എന്താ കാര്യം? എന്തെങ്കിലും പ്രത്യേകിച്ച് തീരുമാനമെടുത്തോ? ആകെ എല്ലായിടത്തും സാർ ഈ ലഹരി വ്യാപനം വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഇവിടുത്തെ ക്രമസമാധാനം ആകെ തകർന്നു എന്ന് പറഞ്ഞാൽ അത് അക്ഷരത്തിലും അർത്ഥത്തിലും ശരിയാണ് സാർ. ആളുകൾക്ക് ഭയപ്പാടാണ്, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് സാർ ഭയപ്പാടാണ്. കോട്ടയത്ത് ഒരു ഗുണ്ട പോലീസിനെ ചവിട്ടി കൊല്ലേണ്ടായി. കോട്ടയത്ത് ഒരു പോലീസ് ഓഫീസർമാർ എങ്ങനെ, നല്ല പോലീസ് ഓഫീസർമാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, അവരെങ്ങനെ ജോലി ചെയ്യും? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഗുണ്ട ഏറ്റുമാനൂരിൽ ഗുണ്ട പോലീസിനെ ചവിട്ടി കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി. വയനാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളിയെ കൊന്നിട്ട് പീസാക്കി. കഷ്ണം. ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സാർ ഉയർന്നു വരുന്ന കഥകൾ വളരെ ദൈന്യതയാർന്നതാണ് സാർ, ഭീതിതമാണ് സാർ, ഭീകരമാണ് സാർ. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്ന പൈശാചികത ബാലരാമപുരത്ത് നമ്മൾ കാണുകയുണ്ടായി സാർ. ഈ പിണറായി കാലത്തെ ക്രമസമാധാന സ്ഥിതി വളരെ ലജ്ജാവഹമാണ് സ്ഥിതി സാർ. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ, അടിയന്തരമായി ഇത് ചർച്ച ചെയ്യാൻ ഈ സഭ നിർത്തിവെക്കണമെന്ന് ഞാൻ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇവിടെ ബഹുമാനായ അംഗം എന്തെല്ലാമോ ചില കാര്യങ്ങൾ പറയാനുള്ള ശ്രമത്തിലായിരുന്നു. എന്താ പറ്റിയ? അപ്പോൾ നിങ്ങളത് നടത്തിക്കോളൂ എന്നാണല്ലേ? അത് നടത്തിക്കോളൂ എന്നാണല്ലേ? നടത്തിക്കോളും, അതല്ലേ സിഗ്നൽ? പ്രതിപക്ഷ മുഖ്യമന്ത്രി സംസാരിക്കല്ലേ? അവിടെ ഇരിക്കും, മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഒരു വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാമെന്നാണ് ധാരണ. ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കുറവല്ല, കേരളത്തിൻ്റെ അവസ്ഥയുടെ സ്ഥിതിയാണ്. ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല. അതാണ് കേരളത്തിൻ്റെ അനുഭവം. അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ. കൊള്ളുന്നുണ്ടല്ലോ, അതല്ലേ കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവിനെ എഴുന്നേൽക്കുന്ന നില വന്നത്. നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. കേട്ടോ, എവിടത്തേക്കാണ് എത്തുന്നത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണല്ലോ. എന്തിനാണ് അങ്ങനെ പൊള്ളുന്നത്? സർ, ഇവിടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നത് നേരത്തെ കൊടുത്ത ഉത്തരവായിരുന്നു.
അതാണ് പിന്നീട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഇളവായി കോടതി മാറ്റിയത്. അപ്പോൾ ആ ഇളവ് അനുവദിക്കുന്നത് കോടതി തന്നെയാണ്. അതിനെയും പോലീസ് എതിർക്കുന്ന നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം പേർ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. ജാമ്യ വ്യവസ്ഥയിൽ കഴിയേണ്ടവരാണവർ. പക്ഷെ അങ്ങനെയുള്ള ആളുകളിൽ കുറേ പേര് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നുണ്ട്. സർ, ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള വ്യത്യാസം മാത്രം വെച്ച് ചിന്തിക്കേണ്ട കാര്യമല്ല. പോലീസ് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തൽ മാത്രമാണ്. കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. ജാമ്യം കോടതി അനുവദിച്ചതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ അവിടുന്ന് ആരോ ഇടക്ക് പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്തുകൂടെ. അങ്ങനത്തെ അധികാരം സാധാരണഗതിയിൽ പോലീസിനുണ്ടോ? കോടതി അനുവദിച്ച ജാമ്യത്തിൽ ആ ജാമ്യാവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കാൻ പോലീസിന് അധികാരമുണ്ടോ? ആ അധികാരം പോലീസിന് കൊടുക്കുന്നതിനോട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് യോജിപ്പാണോ? ഏതെങ്കിലും ഒരു കേസിനെ മാത്രം ആസ്പദമാക്കിയല്ലോ കാര്യങ്ങൾ കാണേണ്ടത്. കേരളത്തിലാകെയുള്ള സംഭവങ്ങളെയല്ലേ നോക്കേണ്ടത്. സ്വതവേ ജാമ്യാവസ്ഥ ലംഘിച്ചു എന്നതിൻ്റെ മേലെ നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ അധികാരം കൊടുക്കാമോ? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ, ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ, ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമല്ലേ. ഇപ്പോൾ ചെന്താമരയുടെ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കാ വിയോജിപ്പുള്ളത്? അയാൾ കൊല നടത്തി, വീണ്ടും കൊല നടത്തുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോകുമ്പം തന്നെ ആരെയോ കണ്ടപ്പോൾ നിന്നെ വെറുതെ വിട്ടുപോയിന്നോ, എന്താ നിന്നെ കിട്ടിയില്ലെന്നോ എന്തോ പറയുന്ന ഒരവസ്ഥ സ്വീകരിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അന്നേരവും ഭീഷണിപ്പെടുത്തില്ലേ? ഈ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം പറയാൻ തയ്യാറാകില്ലേ? അതൊരു പ്രത്യേക മാനസിക പ്രവർത്തനക്കാരനാണെന്ന്, ക്രിമിനലിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണെന്നല്ലേ അതിന് കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അത്തരം കാര്യങ്ങളിൽ ആർക്കും വിയോജിപ്പ് ഇവിടെ ഇല്ലല്ലോ. എന്താ ഞാൻ ചെന്താമരയെ ന്യായീകരിക്കാൻ നിൽക്കുക? ചെന്താമരയെ ന്യായീകരിക്കാനാണോ സർക്കാർ നിൽക്കുന്നത്? ചെന്താമരയെ ഏതെല്ലാം തരത്തിൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റുമോ ആ നടപടികളൊക്കെ സ്വീകരിച്ചല്ലോ. പിന്നെ അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത്, ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു. അത് ജാമ്യത്തിലിറങ്ങിയ ഒരാളുടെ കാര്യം മാത്രമായിട്ടല്ല വരുന്നത്. അയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന പരാതിയാണ് വരുന്നത്. അതിൻ്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വെറുതെയാണോ സസ്പെൻഡ് ചെയ്തത്? എന്താണ് നിങ്ങൾ അത് കാണാത്തത്? ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തണ്ടേ? കുറ്റവാളിയെ സംരക്ഷിക്കുന്ന കുറ്റവാളി എന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്ന ഒരാളെ, അതാണല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യം, തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന്. ആ തെറ്റിനെക്കുറിച്ച് മൂടി വെക്കാൻ തയ്യാറായോ? സംരക്ഷിക്കാൻ തയ്യാറായോ? നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? ആ നടപടിയുടെ ഭാഗമായി ഇനി എങ്ങനെയൊക്കെ വരുമെന്നത് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ശേഷമല്ലേ പറയാൻ പറ്റൂ. ഫലപ്രദമായ അന്വേഷണ സംവിധാനമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെന്താമരയെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ്. അതിന് അങ്ങേയറ്റം ശിക്ഷ ഉറപ്പാക്കാവുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യും. ഇവിടെ പത്തനംതിട്ടയിലെ പ്രശ്നം അതും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒരു സംശയം അതിലില്ല. ഒരു വിവാഹ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് തല്ലുകൊള്ളാനിടയായി. അതിലൊരു യുവതിക്ക് തല്ലുകൊണ്ടു, അവർ പരാതിപ്പെട്ടു. അതിൻ്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ പോലീസ് SI അടക്കം ആളുകളെ സസ്പെൻഡ് ചെയ്ത നിലയും സ്വീകരിച്ച് മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇതെല്ലാം
ഇതിൻ്റെ ഭാഗമായി തുറന്നു വരികയാണ്. സർ, തെറ്റായൊരു കാര്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ ആ സംഭവിക്കുന്നതിനോട് സ്വീകരിക്കുന്ന സമീപനമെന്ത്? അതല്ലേ പ്രശ്നം. ആ സംഭവത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ തയ്യാറായോ? ആ സംഭവത്തെ ഗൗരവമായി കണ്ട് അത് തെറ്റാണെന്ന് കണ്ട് ആ തെറ്റിൻ്റെ മേലെ നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? അതാണ് സർക്കാരിൻ്റെ പ്രത്യേകത. ഒരു തെറ്റിനെയും ന്യായീകരിക്കില്ല, ഒരു തെറ്റിനെയും അംഗീകരിക്കില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയും ഉണ്ടാകും. ഇവിടെ ഇതിൻ്റെ മേലെ പോലീസ് ആകെ വെളിവില്ലാത്തതായി എന്ന് പറഞ്ഞാൽ പോലീസിന് ചാർത്തിക്കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം ബഹുമതികൾ നമ്മുടെ നാട്ടിലുണ്ട്. സംഭവം തെറ്റായ കാര്യം നടന്നാൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണണം, ആ തെറ്റിനെതിരെ കർക്കശ നടപടിയെടുക്കുക. ഇതാണ് സർക്കാർ ചെയ്തു പോകുന്ന കാര്യം. ഇവിടെ ഒരു പോലീസുകാരൻ ഒരു 82 വയസ്സുകാരിയെ വീട്ടിൽ പൂട്ടിയിട്ട സംഭവം അദ്ദേഹം പറയുകയുണ്ടായി. അത് അങ്ങേയറ്റം ഹീനമായൊരു സംഭവമാണ് എന്ന് പൊതുസമൂഹം തന്നെ കണക്കാക്കിയതാണല്ലോ. അതൊക്കെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ടല്ലല്ലോ വരുന്നത്. നാട്ടിലുള്ള ക്രിമിനൽ വാസനയുള്ള ചില ആൾക്കാരുണ്ട്, അതിൻ്റെ ഭാഗമായി നടന്നൊരു കാര്യമായിട്ട് മാത്രമല്ലേ അതിനെ കാണാൻ പറ്റൂ. ഇവിടെ ഒരു DYSP മദ്യപിച്ച് വാഹനമോടിച്ചു എന്ന് വെച്ച് പോലീസുകാരാകെ മദ്യപിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതിനെ പോലീസിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റൂ? അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മദ്യലഹരി ഇതിൻ്റെ ഭാഗമായി വല്ലാതെ വർദ്ധിക്കുന്നു, അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നതാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആ കാര്യത്തിലൊക്കെ ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചു പോകുന്നതല്ലേ നമ്മുടെ നാടിൻ്റെ അനുഭവം. പോലീസ് ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ഗൂണ്ടകൾക്കെതിരെ കർക്കശമായ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. സംസ്ഥാനത്താകെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന, ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തേതായാലും നിലനിൽക്കുന്നില്ല. സർ, അധോലോകത്തിൻ്റെ കാര്യമൊന്നും നമ്മുടെ കേരളത്തിൽ പറഞ്ഞ് അത്തരമൊരു ഭീതി പടർത്താനൊന്നും കഴിയുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം. ആ നില നമ്മൾ മറന്നുപോകരുത്. ഇവിടെ പോലീസ് ക്രിമിനൽവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സർ, എത്ര മികവാർന്ന കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണ്. പിന്നെ കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെയാണല്ലോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത്. അതാണോ മനസ്സിലുണ്ടായതെന്ന് അറിയില്ല. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ നമ്മുടെ ഒരു ക്രിമിനൽ സംഭവം നടന്നാൽ ഒരാളെ വെട്ടി കൊന്നു, അത് വെട്ടി നുറുക്കി എന്നൊക്കെ പറയുന്ന കാര്യം ശരിയാണ്. അതിൻ്റെ മേലെയുള്ള നടപടികൾ സ്വീകരിച്ചു പോകുകയല്ലേ. എന്തിനാണ് പോലീസിനെ ഈ തരത്തിൽ വല്ലാതെ ആക്ഷേപിക്കുന്ന നില സ്വീകരിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. പോലീസിൻ്റെ പ്രത്യേകതകൾ ഞാൻ കൂടുതലായി പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങളിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത്, ഇവിടെ സൈബർ കുറ്റകൃത്യങ്ങളടക്കം നല്ല രീതിയിൽ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്ന കാര്യം നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള വസ്തുതയല്ലേ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം വർഗീയ ലഹളയില്ലാത്തൊരു സംസ്ഥാനമായി നിലനിൽക്കുന്നു. അതിനിടയാക്കുന്നതിൽ പോലീസിൻ്റെ പങ്കുമില്ലേ? നമുക്കത് നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ പല കാര്യങ്ങളിലും ജനസൗഹൃദമായ ഇടപെടലുകൾ നടത്തുന്ന പോലീസിനെയല്ലേ സംസ്ഥാനത്ത് പൊതുവെ കാണാൻ കഴിയുന്നത്. കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്ന പോലീസിനെയാണല്ലോ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതേസമയം തെറ്റായ രീതി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് അംഗീകരിക്കാത്ത സമീപനം സർക്കാർ സ്വീകരിക്കുന്നു.
എല്ലാ നിയമപരമായ നടപടികൾക്കും പിന്തുണയും നൽകുന്നു. ഇതാണല്ലോ കേരളത്തിൽ പോലീസിന് മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന നിലയുണ്ടാക്കുന്നത്. സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോകാനുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അതിന് പോലീസിനെ കൂടുതൽ പ്രാപ്തമാക്കുന്ന നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഇവിടെ നല്ല രീതിയിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി വിവിധ കേസുകളിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നതും നാം കാണേണ്ടതില്ലേ? അതിൽ പോലീസിൻ്റെ ഒരു റോള് കൂടി നാം പ്രത്യേകം കാണേണ്ടേ? ഇപ്പോൾ 2015 ഹരിപ്പാട്ടെ ജലജാ സുരൻ വധിക്കപ്പെട്ട കേസുണ്ടായത്. വർഷങ്ങളോളം തെളിയിക്കാതെ കിടന്നായിരുന്നല്ലോ. കേസ് CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവായിരുന്നതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിൻ്റെ വിശദമായ അന്വേഷണത്തിലല്ലേ അത് തെളിയിക്കപ്പെട്ടത്. ഇപ്പോൾ കൂടത്തായി കൊലപാതക പരമ്പര ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസായിരുന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷമാണ് ആ ദുരൂഹ മരണങ്ങൾ കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. ഇപ്പോൾ പാമ്പ് കടിയേറ്റ് ഭാര്യ മരിച്ചു എന്ന് ഭർത്താവിൻ്റെ വാദം അത് കള്ളമാണെന്ന് തെളിയിച്ചതും അതിൽക്കാവശ്യമായ നടപടികൾ സ്വീകരിച്ചതും അങ്ങനെ കുപ്രസിദ്ധമായ ഉത്ര കൊലക്കേസ്, ആ കാര്യം നമ്മുടെ സംസ്ഥാന പോലീസല്ലേ കൈകാര്യം ചെയ്തത്. ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ മണിക്കൂറുകൾക്കകം പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ലേ? അതിൽ ജനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പോലീസും എല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഷാരോൺ കൊലക്കേസ് ശാസ്ത്രീയമായ തെളിവുകൾ, സൈബർ തെളിവുകളെല്ലാം ശേഖരിച്ച് ആസൂത്രിത കൊലപാതകമാണെന്ന് കോടതിയിൽ തെളിയിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായില്ലേ? ഈ കേസിൻ്റെ അന്വേഷണം കേരള പോലീസിൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്ന് കോടതിയിൽ സ്ഥാപിക്കാനും ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിയത്. സർക്കാർ എന്നും ഇരയോടൊപ്പമാണ് എന്ന നിലപാട് ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് സർക്കാരിൻ്റെ ഈ നിലപാട്. അപ്പോൾ പോലീസിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. വീഴ്ചകൾ ചിലത് സംഭവിക്കുന്നുവെന്നത് അത് ഗൗരവമായി കണ്ട് ഈ നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുന്നു എന്നതിൻ്റെ മേലെ ആരെങ്കിലും ഒരാൾ വീഴ്ച കാണിച്ചാൽ, ഏതെങ്കിലും ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അത് മറച്ചു വെക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഉള്ള നടപടിയല്ല ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കർക്കശമായ നടപടി സ്വീകരിക്കും. എന്നാൽ നിയമപരമായി നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർവ്വവിധ പിന്തുണയും നൽകുകയും ചെയ്യും. ആദ്യം പറഞ്ഞതുപോലെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല. ഓർഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നെന്മാറ കേസിൽ പറഞ്ഞത് കോടതി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്തു എന്നാണ്. പക്ഷേ എപ്പോഴും ഏറ്റവും അവസാനത്തെ കോടതി ലിഫ്റ്റ് ചെയ്ത ഉത്തരവിലും കൃത്യമായിട്ട് കോടതി പറഞ്ഞിരുന്നത് പെറ്റീഷണർ ഷാൽ നോട്ട് എൻ്റർ ഇൻ ടു ദ ലിമിറ്റ്സ് ഓഫ് നെന്മാറ പഞ്ചായത്ത് അൺടിൽ ദ കൺക്ലൂഷൻ ഓഫ് ട്രയൽ. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിനകത്ത് കയറാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞതുപോലെ 1.5 മാസക്കാലം അയാൾ 5 വർഷം മുമ്പ് കൊന്ന സ്ത്രീയുടെ വീടിനടുത്ത് അയാൾ താമസിക്കുകയാണ്, തൊട്ടടുത്ത്. എന്നിട്ട് അവരുടെ ഭർത്താവിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും അടക്കം 5 പേരെ കൊല്ലും എന്ന് അയാൾ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ് 1.5 മാസക്കാലം. രാത്രിയാകുമ്പോൾ അയാൾ പുറത്തിറങ്ങി ആയുധം കാണിച്ച ആളുകളെ വരട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞത്. പ്രമേയ അവതാരകൻ പറഞ്ഞത് ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ പോയി പരാതി കൊടുത്തു, ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച്
അയാൾ ഞങ്ങളുടെ വീടിനടുത്ത് താമസിച്ച് അയാൾ ആയുധത്തിന് മൂർച്ച കൂട്ടി അയാൾ ആയുധവുമായി പുറത്തിറങ്ങി നടക്കുന്നു എന്ന് പരാതി കൊടുത്തിട്ട് 1.5 മാസക്കാലം നിങ്ങളുടെ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. കോടതി പോണെങ്കിൽ കോടതി പോയി ജാമ്യ വ്യവസ്ഥകൾ ലിഫ്റ്റ് ചെയ്ത് മാറ്റി അയാളെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി സ്വീകരിച്ചോ പോലീസ്? 1.5 മാസക്കാലം ഒരു സ്ത്രീയെ കൊന്ന കേസിലെ കൊലപാതകി തൊട്ടടുത്ത വീട്ടിൽ വന്ന് ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ വരെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ എവിടെയായിരുന്നു ഈ പോലീസ്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയണം. മാത്രമല്ല, ഇത് ഗുണ്ടകളുടെ വിഹാരരംഗമാണ് കേരളം. പോലീസിന്റെ റിപ്പോർട്ട് തന്നെ 2000-ലധികം ഗുണ്ടകൾ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു എന്നാണ്. കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ്. ഈ പോലീസ് സ്റ്റേഷൻ നമ്മൾ ഏരിയ സമ്മേളനവും KPCC അല്ല, ഏരിയ സമ്മേളനവും ലോക്കൽ സമ്മേളനവും നടക്കുന്നത് പോലെ അല്ല. ഗുണ്ടകൾ സമ്മേളനം നടത്തുകയാണ്. ഞാൻ പറയാം, ഇനി ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ സമ്മേളനം നടത്തട്ടെ, റൂറൽ SP-യുടെ കീഴിലുള്ള ഏരിയയിൽ ഒരുമിച്ച് കൂടട്ടെ, സംസ്ഥാന സമ്മേളനം നടക്കട്ടെ. എല്ലാ സ്ഥലത്തും ഗുണ്ടകളുടെ യോഗങ്ങൾ നടക്കുകയാണ്. ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. ഗുണ്ടകളുടെ ബർത്ത്ഡേ പാർട്ടികൾ നടക്കുകയാണ്. ഇതെല്ലാം വാർത്തകൾ വരുന്നതല്ലേ? ഇതെല്ലാം പുതുമയാണോ? ഗുണ്ടകൾ യോഗം കൂടി അവരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. നിങ്ങൾ ഒരു SFI-കാരനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ, വധശ്രമ കേസിലെ പ്രതിയെ നിങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചില്ലേ പത്തനംതിട്ടയിൽ? അയാൾ ബർത്ത്ഡേ പാർട്ടി നടത്തി എവിടെയാണെന്നറിയാം മുഖ്യമന്ത്രിക്ക്? അയാളെ ജംഗ്ഷനിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് കാറിന്റെ ബോണറ്റിൽ കേക്ക് വെച്ചിട്ട് ഗുണ്ടകൾ എല്ലാവരും കൂടി നിന്നിട്ടാണ് കേക്ക് മുറിച്ച് അയാളുടെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചത്. ജംഗ്ഷനിൽ കാപ്പ കേസിലെ പ്രതി നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന കാപ്പ കേസിലെ പ്രതി, ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി, മന്ത്രിയാണ് മാലയിട്ട് സ്വീകരിച്ചത്. എന്നിട്ട് ആള് അല്ല ബോണറ്റിൽ കാറിന്റെ ബോണറ്റിൽ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്തുകയാണ്. അവർ നടത്തുന്ന ബർത്ത്ഡേ പാർട്ടി, അവർ നടത്തുന്ന ഡ്രഗ് പാർട്ടി, അവർ നടത്തുന്ന DJ പാർട്ടി മുഖ്യ അതിഥികളായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നു എന്നാ പരാതി. പങ്കെടുത്തില്ലേ? എത്ര സ്ഥലത്ത് DYSP-മാർ, CI-മാർ ഈ ഗുണ്ടകൾ നടത്തുന്ന പാർട്ടിയിലെ മുഖ്യാതിഥി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോവുക പോലീസ്. അതാണ് ഗുണ്ട പോലീസ് നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞ്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും സംശയമൊന്നുമില്ല. പോലീസിൽ എല്ലാ കാലത്തും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, അതൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ക്രിമിനലുകളുടെ എണ്ണം, ക്രിമിനലുകളുമായി നെക്സസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അവരെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നു പല സ്ഥലത്തും. നിങ്ങളുടെ ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത്. പോലീസിന്റെ ഹൈറാർക്കി തകരാറിലാണ്. പോലീസ് ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിന് DGP മുതൽ താഴെ വരെയുള്ള ഒരു ഹൈറാർക്കി ഉണ്ട്. ഒരു ഫോഴ്സ് എപ്പോഴും അങ്ങനെ നിലനിൽക്കുള്ളൂ, ഏത് ഫോഴ്സ് ആണെങ്കിലും. ഇവിടെ ആ ഫോഴ്സിന് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്റർവെൻഷൻസ് ആണ്, ഇടപെടലുകളാണ്. ഓരോ ആളുകൾ ഇടപെടുകയാണ് പല സ്ഥലത്തും. അനാവശ്യമായി ഷെയ്ഡി ക്യാരക്ടേഴ്സ് ഉള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇടപെടുകയാണ്. അവിടെയാണ് ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുത്ത് അവർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത്. പത്തനംതിട്ടയിലൊക്കെ നടന്നത് പോലീസിന്റെ അതിക്രമ എക്സസ് ആണ്. ഇവിടെ അനാസ്ഥയാണ്. ഇവിടെ നെന്മാറയിൽ നടന്നത് പോലീസിന്റെ അനാസ്ഥ. ആരാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾ വന്ന് പരാതി പറയുമ്പോൾ അതുമ്മേ നടപടിയെടുക്കില്ലേ? കുഞ്ഞുങ്ങൾ വന്ന് ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് പെൺകുട്ടികൾ വന്ന് പറയുമ്പോൾ അതിന് പോലും മനസാക്ഷിയില്ലാത്തവരായി, കരുണയില്ലാത്തവരായി പോലീസ് മാറിയോ? ഇവിടെ നടന്നത് അതിക്രമമാണ്. വന്ന് പോലീസ് ഇറങ്ങി കണ്ണിൽ കണ്ടവരെ, ഒരു സ്ത്രീയെ നിലത്തിട്ട് ചവിട്ടുക, അവരെ ലാത്തി വെച്ച് അടിക്കുക, കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളെ തല്ലുക. എന്ത് കാഴ്ച നഷ്ടപ്പെട്ടോ പോലീസിന്? അവരാണോ ലഹരിയിലായിരുന്നത്? അങ്ങനെ ഒരു പരാതി ഉണ്ടല്ലോ, അന്വേഷിക്കോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? വന്ന പോലീസുകാർ ലഹരിയിലായിരുന്നു എന്നൊരു പരാതിയുണ്ട്. എന്തെങ്കിലും ഒരു ലഹരിയില്ലായിരുന്നെങ്കിൽ ഈ നിരപരാധികളായ റോട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകളെ പിടിച്ച് തല്ലുവോ? കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി മർദ്ദിക്കുവോ? ബാറി കയറി ബഹളം ഉണ്ടാക്കിയത് ഈ സ്ത്രീയാണോ ബഹളം ഉണ്ടാക്കിയത്? സ്ത്രീയെ മർദ്ദിക്കുവോ? പോലീസ് വന്ന് ജീപ്പിൽ ഇറങ്ങുന്നു,
കണ്ണി കണ്ട മുഴുവൻ ആളുകളെയും തല്ലുന്നു, സ്ത്രീകളെ ഉൾപ്പെടെ. എവിടെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? ക്രിമിനലുകളെ ചങ്ങലക്കിടേണ്ട, വിലങ്ങ് വെക്കേണ്ടവരാണ് പോലീസ് എന്ന് പറയുന്നത്. ആ ചങ്ങലയ്ക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ പോയി അവതരിപ്പിക്കും? പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞില്ലല്ലോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ. ഈ സമീപ ദിവസങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞത്. അങ്ങനെ അഴിച്ചുവിടരുത്, ഊരിവിടരുത്, നിയന്ത്രണം വേണം. പോലീസ് സംവിധാനം അതിനൊരു ഫോഴ്സ് എന്നുള്ള നിലയിൽ നിലനിർത്തി സ്വതന്ത്രമായി അന്വേഷണം നടത്താനും മറ്റുള്ള സംവിധാനങ്ങൾ വേണം. ഇവിടെ ക്രിമിനലുകൾ ഇല്ല എന്ന് ഇവിടെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. 14 പേരെ നേരത്തെ നടപടിയെടുത്ത ആളുകളെ തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഗുണ്ടകളുമായി ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടി നേരിടുന്ന 18 പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സേനയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന മറുപടിയാണ്. ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ നടപടി നേരിടുന്ന 18 പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ സേനയിൽ ജോലി ചെയ്യുന്നുണ്ട്. 18 അല്ല സാർ, 18 അല്ല, നിരവധി ആളുകളുണ്ട്. അതിനൊരു നിരീക്ഷണം വേണം, അവരെ നിയന്ത്രിക്കണം, അവരുടെ മീതെ കൺട്രോൾ വേണം. തോന്നിയതുപോലെ ഈ സംസ്ഥാനത്ത് വ്യാപകമായി ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ, അക്രമങ്ങൾ എല്ലാം നടക്കുകയാണ്. ഇവിടെ എൻഫോഴ്സ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി ഒരു ശതകോടീശ്വരനെ പിടിച്ച കാര്യം 5 പ്രാവശ്യം പറഞ്ഞു. ഹൈദരാബാദിൽ പോയി. ഇന്നത്തെ പത്രം ഞാൻ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ കൊക്കൈൻ കേസിലെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടു. ഇന്നലെ ശതകോടീശ്വരൻ, ഞാൻ തീർത്തോട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇന്നലെ പറഞ്ഞ് ശതകോടീശ്വരനെ പിടിച്ചു, ഭയങ്കര എൻഫോഴ്സ്. ഇന്ന് രാവിലെ പത്രത്തിൽ കൊക്കൈൻ കേസിലെ മുഴുവൻ പ്രതിയെ വിട്ട്. എന്ത് പറ്റിയത്? NDPS കേസിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ കുറ്റപത്രം കൊടുത്തു. സഹായിക്കാൻ കൊടുത്താണ് കുറ്റപത്രം കൊടുത്തു. പറഞ്ഞു അല്ല, അദ്ദേഹം പറയട്ടെ. ഞാൻ ഇന്നലെ കണക്ക് പറഞ്ഞു. 4900 പേരെ കേസെടുത്തതിൽ 4900 പേരെ ശിക്ഷിച്ചു, 100 പേരെയാണ് വെറുതെ വിട്ടത്. 98.9 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റാണ് കേരളത്തിലുള്ളത്. പിടിച്ചത് അദ്ദേഹം കാണില്ല, ശിക്ഷിച്ചത് കാണില്ല. എവിടെയെങ്കിലും മൈക്രോസ്കോപ്പുമായിട്ട് നടക്കുകയാണ്. ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടോ? ശതകോടീശ്വരനെ പിടിച്ചതിൽ കുറച്ച് പ്രയാസം കാണും. കാരണം തെലങ്കാനയിലാണ്, ഹൈദരാബാദിലാണ്. രേവന്ത് റെഡ്ഡിയുടെ മൂക്കിന് താഴെ കേരളത്തിലെ പോലീസ് പോയിട്ടാണ് പിടിച്ചത്. സമയം. തെലങ്കാനയിൽ പിടിച്ച ശതകോടീശ്വരന്റെ ഞങ്ങളുടെ അമ്മാവനാണ്. അങ്ങ് പ്രസംഗം പെട്ടെന്ന് എന്താ ഈ പറയുന്നത്? സമയം. കുപ്രസിദ്ധമായ കൊക്കൈൻ കേസിലെ പ്രതികളെ പ്രോപ്പറായി ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ആളെ കേസ് വെറുതെ വിട്ടു. കൊക്കൈൻ കൊണ്ടുവന്നത് കേരളത്തിലേക്ക്. പ്ലീസ് കൺക്ലൂഡ്. 9 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെയല്ല. അങ്ങനെയെങ്കിൽ പിന്നെ അങ്ങനെയല്ല, സമയം അവസാനിപ്പിക്കണം. അങ്ങനെയല്ല. നിങ്ങൾ പ്രസംഗം സാധാരണ പാലിക്കുന്നുണ്ട്, അത് പാലിക്കണം. അല്ല, നിങ്ങൾ പാലിക്കേണ്ട സമയം നിർത്തണമെന്നേ പറയുന്നുള്ളൂ. ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത്. അതെ, ഇപ്പൊ തന്നെ 9 മിനിറ്റ് കഴിഞ്ഞു. 9 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തീർത്തോളാം. അല്ല, അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ റൂൾ ചെയ്യാൻ പാടില്ല. ചെയറിനോട് റൂൾ ചെയ്യാൻ പാടില്ല. ചരിത്രത്തിൽ ഏറ്റവും കുറവ് സമയം വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് അനാവശ്യമായിട്ട് എന്റെ ഉള്ള സമയത്തിൽ കൂടി ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തല്ലേ. ഇത് ഞാൻ വളരെ കുറച്ച് പറയാറുണ്ട്. എൻഫോഴ്സ്മെന്റിന്റെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. എൻഫോഴ്സ്മെന്റിന്റെ കാര്യം 2017 രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 14,886. സാർ, അതിൽ കോടതി ശിക്ഷിക്കപ്പെട്ട കേസ് 1445. 10% പോലും ഇല്ല കൺവിക്ഷൻ റേറ്റ്. 2018 15,431. കൺവിക്ഷൻ റേറ്റ് 1,219. അടുത്ത വർഷം 15,624. കൺവിക്ഷൻ റേറ്റ് 1,205. 10% പോലും കൺവിക്ഷൻ റേറ്റ് ഇല്ല. പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും പ്രോപ്പറായിട്ടുള്ള പ്രോസിക്യൂഷൻ നടപടികളും പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടത്തില്ല. മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എൻഫോഴ്സ്മെന്റ് പ്രോപ്പറാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം, ഞങ്ങളുടെ നോട്ടീസിലുള്ള കാര്യമല്ല, മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പറഞ്ഞത്.
പ്രോപ്പറല്ല. മുഖ്യമന്ത്രി അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങ് തന്നെ ഇവിടെ തന്ന വിവരങ്ങളാണ്, ഗവൺമെൻറ് തന്ന വിവരങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം വളരെ വഷളായിരിക്കുകയാണ്. ഗുണ്ടകളുടെ കയ്യിലാണ് കേരളം. ആ ഗുണ്ടകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെ എല്ലാ സ്ഥലങ്ങളിലും എവിടെ ചെന്നാലും ആളുകൾക്ക് പരാതികളും പ്രശ്നം. ഞാൻ കൺക്ലൂഡ് ചെയ്യല്ല. അനാവശ്യമായി ഇടപെടുകയാണ്. അങ്ങ് ആ ചെയറിൽ ഇരുന്നുകൊണ്ട് അങ്ങ് നീതിബോധം കാണിക്കണം. അനാവശ്യമായി ഇടപെടുക, അനാവശ്യമായി. അതല്ല, അങ്ങനെ ചെയ്യല്ലേ. ശരിയായ രീതിയല്ല അങ്ങ് ചെയ്യുന്നു, ശരിയായ രീതിയല്ല അങ്ങ് ചെയ്യുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ സമീപനം അങ്ങോട്ടും വേണ്ടി വരും. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങ് പറ പ്ലീസ്. ഞാൻ 9 മിനിറ്റ് ആയപ്പോ അങ്ങനെ നിങ്ങളെ എന്നെ പ്രസംഗം നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് സന്തോഷമാവാൻ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈ രീതിയിലൊന്നും അങ്ങേപ്പോലെ ഒരു മുതിർന്ന ആൾ സംസാരിക്കുന്നത് ശരിയല്ല. അങ്ങേ നിയമസഭക്കകത്തുള്ള വളരെ സീനിയർ അംഗമാണ്. ചെയറിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അത് ശരിയായ രീതിയല്ല. ചെയറിന് ഈ രീതിയിൽ ഈ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ നീതി പുലർത്തിയിട്ടുണ്ട്. അങ്ങ് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറയാം, അങ്ങ് തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വാക്കൌട്ട് സ്പീച്ച് നടത്തുന്ന ആളാണെന്ന് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിയല്ല. അതതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. ഒരാളുടെ പ്രസംഗത്തിന്റെ ഒരു പ്രസംഗമല്ലേ ഇത്, അതിന്റെ ഫ്ലോ കളയാൻ വേണ്ടി മനഃപൂർവ്വമായി അങ്ങ് ഇടപെട്ടാണ് എന്നുള്ള ആക്ഷേപം ഞാൻ ഉന്നയിക്കുന്നു. സാർ, ഇത് കേരളം ഗുണ്ടകളുടെ കയ്യിലാണ്. പോലീസ് ഗുണ്ട നെക്സസ് ഉണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം, സാധാരണക്കാരുടെ ജീവിതം ഈ ഗുണ്ടകളുടെ കടാരത്തുമ്പിലാണ്. സാർ, ഇതിനെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. സാർ, പോലീസിൽ അനാവശ്യമായ പൊളിറ്റിക്കൽ പേട്രണേജ് രാഷ്ട്രീയ നേതൃത്വം ഈ ഗുണ്ടകൾക്ക് നൽകി കേരളത്തെ നിങ്ങൾ ഗുണ്ടകളുടെ നാടാക്കി മാറ്റുന്നു. സാർ, അതിലുള്ള ശക്തിയായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട് ചെയ്യുന്നു. അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങ് പ്രകോപിതനായത്. അങ്ങ് പ്രസംഗിച്ചപ്പോൾ ഉപനേതാവ് പ്രസംഗിക്കുക. അങ്ങ് വാക്കൗട്ട് നടത്തി. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാർ. ഇവിടെ ഇന്നലെ സാർ ശ്രീ നൗഷാദ് അവിടെ ഇരിക്കെ, ഉപനേതാവ് സംസാരിക്കട്ടെ. റിസ്പോൺസ് ചെയ്യണ്ടേ? പ്ലീസ്. അങ്ങ് സംസാരിച്ചോ? സാർ, ഇന്നലെ നമ്മൾ സഭ നടപടികൾ നിർത്തിവെച്ച് മയക്കുമരുന്നിൻ്റെ വ്യാപനവും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തു. സാർ, ഒരു ആവറേജ് കേരളീയരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഇന്നത്തെ സ്ഥിതി കണ്ടിട്ട് വളരെ വ്യാകുലത ഉണ്ടാക്കുന്ന, അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ശംസുദ്ദീൻ ഇവിടെ ഒരു ഉദാഹരണം ചെന്താമരയുടെ, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണത്തിൽ പറഞ്ഞിട്ട് ജനറലായിട്ട് ഇന്ന് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു വർധനവ്. അതിൽ 95% പിടിക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നു. ഈ കേരളത്തിൽ കാലാകാലങ്ങളിൽ കേൾവി ഇല്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ, കുട്ടികൾ, അതുപോലെ തന്നെ കുടുംബത്തിലെ കൊലപാതകങ്ങൾ, അതുപോലെ തന്നെ വിചിത്രമായ കൊലപാതകങ്ങൾ, പിടിച്ചുകറികൾ, ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ അനുദിനം ഇപ്പോൾ ചാനലുകൾ തുറക്കാൻ പറ്റുമോ? ആ തരത്തിൽ ഉള്ള ഒരു ആശങ്ക. സർ, മയക്കുമരുന്നിൻ്റെ വ്യാപനമായിരിക്കാം കാരണം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോലീസിൽ പോലും ഉണ്ട്, കാര്യങ്ങളിൽ മുഴുവൻ ഉണ്ട്. അത് വളരെ അങ്കലാപ്പുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് അത് നന്നായി എന്ന് ഇന്നലെ മിനിസ്റ്റർ കൂടെ പറഞ്ഞല്ലോ. സർ,
മദ്യവും മയക്കുമരുന്നും ഒക്കെ അല്പം കൺട്രോൾ ചെയ്ത സമയത്തുള്ള ക്രൈമുകളുടെ കുറവിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്ത് നോക്കണം. സാറേ, അവകാശവാദങ്ങൾ കൊണ്ട് മാത്രം കാര്യമില്ല. കേരളം നമ്മുടേതാണ്, അഭിമാനിക്കുന്നുണ്ട് ലോകത്തിന് മുമ്പിൽ നമ്മൾ കേരളത്തിൻ്റെ പോലീസും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് ജനറലായിട്ടുള്ള ഇമ്പ്രഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ കാര്യങ്ങൾ വളരെ മോശമായ ഒരു സ്ഥിതിയിലാണ് എന്നുള്ളതാണ്. സാർ, അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇതിൻ്റെ കാരണം എന്താണ്? ഇതെങ്ങോട്ടാണ് നമ്മൾ പോണത്? സാർ, ഇവിടെ വർഗീയതകളില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉള്ള ഒരു നേട്ടം തന്നെയാണ്, അത് ശരി തന്നെ. പക്ഷെ അത് കഴിച്ചാൽ ബാക്കി ഗുണ്ടാ വിളയാട്ടം, കൊലപാതകങ്ങൾ, പല തരത്തിലുള്ള വിചിത്രമായ കൊലപാതകങ്ങളും അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് കാരണമെന്ന് അനലൈസ് ചെയ്ത് നോക്കി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഒരുപാട് ഇതര പിന്നെ നമ്മൾ അതിഥിതൊഴിലാളികളുള്ള സ്ഥലമാണ്, വൈദേശിക ബന്ധമുള്ള. എന്താണ് കാരണം? അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇന്നത്തെ പ്രശ്നം ഒട്ടും അഭികാമ്യമല്ല. ആ നിലക്കുള്ളൊരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളതായില്ല മുഖ്യമന്ത്രിയുടെ മറുപടി, അപ്പുറത്തുള്ള പ്രതികരണം. അവകാശവാദങ്ങൾ കൊണ്ട് മാത്രമല്ല, കേരളത്തെ രക്ഷിക്കലാണ് ആവശ്യം. ആ സമീപനം ഇല്ലാത്ത ഒരു സമീപനം ഈ കാര്യത്തിൽ എടുത്തുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും സാറ്, നെന്മാറ കേസ് മാത്രമേ പറയുന്നുള്ളൂ. 1.5 മാസക്കാലം ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ആ പഞ്ചായത്തിൽ താമസിച്ച ചെന്താമരയുടെ പറ്റി കോടതി റിപ്പോർട്ട് ചെയ്ത് പണ്ടേ അതിന് അനുവാദം വാങ്ങേണ്ടതായിരുന്നു. അത് വലിയ തെറ്റായിപ്പോയി. ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കൂ, മൊത്തത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ചയിൽ പ്രതിഷേധിച്ച് ഞാൻ കക്ഷിയും വാക്കൗട്ട്. സാർ, ഇവിടെ നെന്മാറയിലെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൻ്റെ അകത്ത് പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അത് കൃത്യമായ ഒരു ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആ സന്ദർഭത്തിലുണ്ടായിരുന്നുവെങ്കിൽ 2 ജീവനുകൾ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ സമാനമായ നിലയിൽ പോലീസിൻ്റെ വീഴ്ചകൾ ഒട്ടനവധി കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് അതിൻ്റെ പൂർണ്ണ ഗൗരവത്തിലെടുത്ത് നീങ്ങേണ്ടതായിട്ടുണ്ട്. സാർ, ഇന്ന് നടക്കുന്ന പല കൊലപാതകങ്ങളും അതിൻ്റെ അകത്ത് ഈ പ്രതികളിൽ മയക്കുമരുന്ന്, സിന്തറ്റിക് മയക്കുമരുന്നുകൾ അടക്കമുള്ള സാന്നിധ്യം പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. മയക്കുമരുന്നിൻ്റെ വലിയ തോതിലുള്ള വ്യാപനം ഇന്ന് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അത് പലതരത്തിലുള്ള കൊലപാതകങ്ങൾ, വളരെ ക്രൂരമായ നിലയിലുള്ള കൊലപാതകങ്ങൾ ഇന്ന് അരങ്ങേറുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത് തന്നെ നോക്കേണ്ട ഒന്നാണ്. സാർ, അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു അതിഗുരുതരമായ ഒരു സാമൂഹിക സ്ഥിതിവിശേഷമാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ആ വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുന്നു. തോതിൽ വർദ്ധിക്കുകയാണ് സാർ. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എറണാകുളം പാലാരിവട്ടത്ത് ട്രാൻസ്ജെൻഡറായ ഒരു യുവതിയെ ഇരുമ്പ് വടികൊണ്ട് ക്രൂരമായി ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു സാർ. ഇത് അവർക്ക് മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നില്ല. പല രൂപത്തിൽ ഈ തരത്തിലുള്ള യുവതികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകണം സാർ. ആ അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ചർച്ച ചെയ്യാതെ പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുന്നു.